ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. നമ്മൾ ട്രാവലേഴ്സിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി മാർക്കോ പോളോയും അൽബറൂനെയും കവർ ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ഹാവൻ വാച്ച് ദാറ്റ് യു മസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മെഗസ്തനീസ് എന്ന ഗ്രീക്ക് ട്രാവലറെ കുറിച്ചാണ്. മെഗസ്തനീസ് ഒരു ആൻഷ്യൻ്റ് ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആയിരുന്നു, ഡിപ്ലോമാറ്റ് ആയിരുന്നു, എക്സ്പ്ലോറർ ആയിരുന്നു. ഡിപ്ലോമാറ്റ് എന്ന് പറയുമ്പം ആ സമയത്തുണ്ടായിരുന്ന സെലൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്ന രാജാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടായിരുന്നു ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, പലപ്പോഴും പല എക്സാമിൻസിനും ചോദിക്കാറുണ്ട്. ഇതിന് മുൻപ് ഇദ്ദേഹം സൈബേഷ്യസ് എന്ന് പറയുന്ന റൂളറിൻ്റെ കോർട്ടിൽ ഗവർണറായിട്ടും വർക്ക് ചെയ്തിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യ എന്ന മൗര്യൻ കിങ്ങിൻ്റെ പീരീഡിലാണ് ഇദ്ദേഹം പാടലിപുത്ര, അതായത് മൗര്യൻ എംപയറിൻ്റെ ക്യാപിറ്റൽ വിസിറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് ഇൻഡിക്ക നമുക്ക് കംപ്ലീറ്റ്ലി അവൈലബിൾ അല്ല. ഇതിൻ്റെ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സ് മറ്റ് ചില ഓതേഴ്സിൻ്റെ പുസ്തകങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇൻഡിക്കയുടെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോക്ലോറിനെ ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യാതെ അപ്പടി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ കൾച്ചറിനെ ഗ്രീക്ക് ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഐഡിയലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള ഡയഡോറസ് സിക്കുലസ്, സ്ട്രാബോ, അരിയൻ, പ്ലിനി, ക്ലോഡിയസ് തുടങ്ങിയ ആളുകളുടെ വർക്ക്സിൽ നമുക്ക് മെഗസ്തനീസിൻ്റെ കൃതിയിൽ നിന്നുള്ള ഫ്രാഗ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഓതേഴ്സിൻ്റെ പേരും അതുപോലെ അവരുടെ പുസ്തകങ്ങളും ഏത് വർക്കിലാണ് ഇത് പറയുന്നത് എന്നത് ഓർത്തിരിക്കണം. കാരണം ഏത് ഓതേഴ്സിൻ്റെ കൃതിയിലാണ് ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോയ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഡയഡോറസിൻ്റെ വർക്കിൻ്റെ പേരാണ് ബിബ്ലിയോത്തിക്ക ഹിസ്റ്റോറിക്ക, അതായത് ഹിസ്റ്റോറിക്കൽ ലൈബ്രറി എന്നാണ് ഇതിൻ്റെ മീനിങ്. നെക്സ്റ്റ് വരുന്നത് സ്ട്രാബോയാണ്. സ്ട്രാബോയുടെ വർക്കിൻ്റെ പേരാണ് ജോഗ്രഫി. അരിയാൻ്റെ വർക്കാണ് അനബേസിസ് അല്ലെങ്കിൽ ഇൻഡിക്ക എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പ്ലിനി ദ എൽഡർ, നാച്ചുറാലിസ് ഹിസ്റ്റോറിയ, അതായത് നാച്ചുറൽ ഹിസ്റ്ററി. ഇത് ഈ ഒരു മെഗസ്തനീസിൻ്റെ കോണ്ടെക്സ്റ്റിലല്ലാതെയും ഓർത്ത് വെച്ചാൽ നല്ലതാണ്, കാരണം പലപ്പോഴും ഓതർ ബുക്ക് എന്നൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് പല പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. പിന്നെ ക്ലോഡിയസിൻ്റെ പുസ്തകമാണ് ഓൺ ദ പെക്യുലാരിറ്റീസ് ഓഫ് ആനിമൽസ്. ഈ ഒരു കൃതിയിലും മെഗസ്തനീസിൻ്റെ വർക്കിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് കാണാം. അരിയാൻ്റെ പുസ്തകം ഏതായിരുന്നു? അനബേസിസിൽ മെഗസ്തനീസിനെ വളരെ ഹൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം സ്ട്രാബോയുടെയും പ്ലിനിയുടെയും വർക്ക്സിലൊക്കെ നമുക്ക് മെഗസ്തനീസിനെ വലിയ കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കില്ല. കുറച്ച് ലെസ് റെസ്പെക്റ്റോട് കൂടിയാണ് അതിൽ മെഗസ്തനീസിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. സ്ട്രാബോ മെഗസ്തനീസിന് ശേഷം വരുന്ന അംബാസഡർ ആയിട്ടുള്ള ഡെമോക്രിസിനെയും ലയേഴ്സ് എന്നാണ് വിളിക്കുന്നത്, കളവ് പറയുന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ നോ ഫെയ്ത്ത് വാട്ടെവർ എന്നൊക്കെയുള്ള ടേംസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫ്രാഗ്മെൻറ്റ്സ് വരുന്ന കൃതികളെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം. കാരണം അവർക്ക് മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയായിട്ട് ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ വേറെ ആരോ അത് വെച്ചിട്ട് നോക്കി എഴുതിയതാണെന്നും നമുക്ക് അറിയില്ല. ആ ഒരു പ്രോബ്ലം ഓൾറെഡി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ഇഷ്യൂ വരുന്നത് മെഗസ്തനീസിൽ നിന്ന് റെഫർ ചെയ്തതായിട്ട് പറയുന്നതിൽ ചിലപ്പോൾ അവരുടേതായ പേഴ്സണൽ ഒപ്പീനിയൻസോ വേറെ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻ ജനറൽ ഈ കൃതികളിലൊക്കെ ഇന്ത്യയെ നമുക്ക് ഐഡിയലൈസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിൽ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഒന്ന്, ഫാമേഴ്സ് വെർ നെവർ ടച്ച്ഡ് ഇൻ വാർ. യുദ്ധത്തിൽ ഫാമേഴ്സിനെ തീരെ ബാധിച്ചിട്ടില്ലായിരുന്നു യുദ്ധങ്ങൾ. നെക്സ്റ്റ്, ദെർ വാസ് നോ സ്ലേവറി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദെർ വാസ് നോ സ്ലേവറി. ഇത് മെഗസ്തനീസിൻ്റെ ഇൻഡിക്കയിൽ പറയുന്നതാണ്. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് തെഫ്റ്റ് വാസ് റെയർ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിട്ടാണ് ഇന്ത്യനെ ഇവർ കാണുന്നത്. ഇന്ത്യയുടെ ജോഗ്രഫിയെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ഇന്ത്യ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഷേപ്പ് ക്വാഡ്രിലാറ്ററൽ ഷേപ്പാണെന്നാണ്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് 4 സൈഡുള്ളത് എന്നാണ് മീനിങ്. ഈസ്റ്റിലും സൗത്തിലും സീയും അതുപോലെ വെസ്റ്റിൽ ഇൻഡസ് റിവറും നോർത്തിൽ എമോഡസ് മൗണ്ടെയ്ൻസും ആണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. എമഡസ് മൗണ്ടെയ്ൻസിൻ്റെ അപ്പുറം സ്കൈത്തിയ എന്ന് പറയുന്ന റീജിയനിൽ സെക്കൈ എന്ന് പറയുന്ന ഗ്രൂപ്പായിരുന്നു താമസിച്ചിരുന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഈ ഒരു കൃതിയിൽ ഹിന്ദുക്കുഷ്, പാമിർ, ഹിമാലയാസ് തുടങ്ങിയ എല്ലാ പർവ്വതങ്ങളും ഒരു സിംഗിൾ മൗണ്ടെയിൻ റേഞ്ച് ആയിട്ടാണ് പറയുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പഞ്ചാബ് റിവേഴ്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ്. ഇതുകൂടാതെ സോയിൽസ്, റിവേഴ്സ്, പ്ലാന്റ്സ്, ആനിമൽസ്, അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ ആൻഡ് റിലീജിയസ് ലൈഫ് തുടങ്ങി വാസ്റ്റ് ഏരിയാസ് ഇദ്ദേഹം കവർ ചെയ്യുന്നുണ്ട്. സൗത്ത് ഇന്ത്യയെ ഇദ്ദേഹം വിളിക്കുന്നത് പാണ്ഡ്യ എന്നാണ്. സൗത്തിനെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഓക്കുപ്പൈങ് ദ പോർഷൻ ഓഫ് ഇന്ത്യ വിച്ച് ലൈസ് സൗത്ത് വേർഡ്സ് ഇൻ എക്സ്റ്റെൻസ് ടു ദ സീ. ഇതുപോലെ തന്നെ ഗംഗ, ഇൻഡസ് പോലെയുള്ള നെയിംസും അതിൻ്റെ ജോഗ്രാഫിക്കൽ ഡിസ്ക്രിപ്ഷനോട് കൂടിയൊക്കെ ഇന്ത്യയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം സൊസൈറ്റി, കൾച്ചർ ആൻഡ് റിലീജിയനെ കുറിച്ച് നടത്തിയ ഒബ്സർവേഷൻസാണ് ഇനി വരുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻസ് ലോർഡ് കൃഷ്ണയെ വേർഷിപ്പ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഇവിടെ 7 കാസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് മെഗസ്തനീസ് എഴുതുന്നത്. 7 കാസ്റ്റുകൾ. അതുപോലെ തന്നെ ആ സമയത്ത് ഹെറഡോട്ടസ് ഈജിപ്ഷ്യൻ സൊസൈറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇദ്ദേഹം ഇന്ത്യയിലുള്ള കാസ്റ്റിസത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ഇദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എൻഡോഗമിയാണ്. എൻഡോഗമി എന്ന് പറയുന്നത് ഒരു കാസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുന്നത്. രണ്ടാമത്തേത് ഹെറിഡിറ്ററി ഒക്കുപ്പേഷനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിലുള്ള 7 കാസ്റ്റുകളാണ് ഫിലോസഫർ, ഫാർമർ, ഷെഫേർഡ്, ട്രേഡർ, വാരിയർ, ഓവർസിയർ ആൻഡ് കൗൺസിലർ. മെഗസ്തനീസിൻ്റെ ഒപ്പീനിയനിൽ ഇന്ത്യയിൽ സ്ലേവറി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടൊക്കെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു കൃതിയിൽ ഇദ്ദേഹം പല രാജാക്കന്മാർക്കും പല ടേംസിനും വേർഡ്സിനും പ്ലേസ് നെയിമിനൊക്കെ ഉപയോഗിക്കുന്ന ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സാന്ത്രോകോട്ടസ്. സാന്ത്രോകോട്ടസ് എന്ന് ഇദ്ദേഹം റെഫർ ചെയ്യുന്നത് ചന്ദ്രഗുപ്തയെയാണ്. അതുപോലെ അമിത്രോകേറ്റ്സ് എന്ന് പറയുന്നത് അമിത്രഘാട്ട, അതായത് ബിന്ദുസാര. പിയദോസസ് എന്ന് പറയുന്നത് അശോക നമുക്കറിയാം. പിയദോസസ് അത് സിമിലറാണ്. പിന്നെ ബ്രാച്ച്മനസ് എന്ന് പറയുന്നത് ബ്രാഹ്മണാസാണ്. പാലിൻബോത്ര എന്ന് പറയുന്നത് പാടലിപുത്ര. ഇനി മെഗസ്തനീസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ഈസ് റിട്ടൺ ബൈ മെഗസ്തനീസ്? ഇത് ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് കറക്റ്റ് ആൻസർ 4th ഓപ്ഷനാണ്, ഇൻഡിക്ക. Next question, second question. Megasthenes was an ambassador who was sent to the court of dash by the dash ruler. അപ്പം ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏത് രാജാവിൻ്റെ കോർട്ടിലേക്കാണ് അയച്ചത്, എവിടെയുള്ള രാജാവാണ് അയച്ചത്. ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യയാണ് ആ രാജാവ്. ഏത് രാജാവിൻ്റെ കോർട്ടിൽ നിന്നാണ് വരുന്നത്? ഗ്രീക്ക് റൂളറിൻ്റെ കോർട്ടിൽ നിന്നാണ് വരുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1, ചന്ദ്രഗുപ്ത മൗര്യ ആൻഡ് ഗ്രീക്ക്. Third question. Megasthenes, who wrote the famous treatise Indica about India, originally belonged to which country? ഏത് കൺട്രിയിൽ നിന്നാണ് മെഗസ്തനീസ് വരുന്നത്, ഒറിജിനലായി ബിലോങ് ചെയ്യുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ 2nd ഓപ്ഷനാണ്. 2nd ഓപ്ഷൻ, ഗ്രീസ്. Next question. Megasthenes, Demachus and Dionysius were the dash historians who served ambassadors in the Mauryan court. ഇവരൊക്കെ ഏത് സ്ഥലത്ത് നിന്നുള്ള ആളുകളായിരുന്നു? ഓപ്ഷൻസ് ഫ്രഞ്ച്, റോമൻ, ഇംഗ്ലീഷ്, ഗ്രീക്ക്. നമുക്ക് ഈസി ആയിട്ട് പറയാം. മറ്റ് 2 ഹിസ്റ്റോറിയൻസിൻ്റെ അറിയില്ലെങ്കിലും മെഗസ്തനീസിൻ്റെത് ഗ്രീക്കാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, ഗ്രീക്ക്. Next question. According to Megasthenes, the guards of Chandragupta rode dash decorated with gold and silver during royal processions. First option, elephants. Second, unicorns. Third, bulls. 4, horses. ഇതിൻ്റെ കറക്റ്റ് ആൻസർ elephants ആണ്. ഓപ്ഷൻ 1, elephants. Next question. The Greek historian Megasthenes visited India during the reign of which of the following rulers? സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ചന്ദ്രഗുപ്ത മൗര്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു മെഗസ്തനീസ്, ഹൗ മെനി ഗേറ്റ്സ് വർ ഇൻ ദ പാടലിപുത്ര? പാടലിപുത്രയിൽ എത്ര ഗേറ്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഫസ്റ്റ് ഓപ്ഷൻ 261, 366, 125, 64. ഇതിൻ്റെ കറക്റ്റ് ആൻസർ 64 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു മെഗസ്തനീസ്, Astronomy in the Mauryan administration was chief magistrate, general of the army, in charge of district administration, revenue official. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, in charge of district administration.
Next question. Megasthenes' original record about India is lost. Some of his memories are preserved in the accounts of which of the following? A. Arrian, B. Diodorus, C. Heliodorus, D. Herodotus. Choose the correct option. ഇതിൽ ഏതിലൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ആരുടെയൊക്കെ അക്കൗണ്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക് മെമ്മറീസ് ആയിട്ടൊക്കെ പ്രിസർവ് ആയിട്ടുള്ളത്? കറക്റ്റ് ഓപ്ഷൻ 4 ആണ്, എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ അരിയൻ ആൻഡ് ഡയോഡോറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ സെൻഡ് ദ ഗ്രീക്ക് അംബാസഡർ മെഗസ്തനീസ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ? ആരാണ് മെഗസ്തനീസിനെ അയക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സെലൂക്കിയസ്, 2 ടോൾമി, 3 ഡൈനോസിയസ്, 4 സിക്കന്ദർ. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ, സെലൂക്കിയസ്. Next question. How many subcommittees have been mentioned by Megasthenes to conduct military activities in the Mauryan administration? സബ് കമ്മിറ്റീസ് എത്ര ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. 6 സബ് കമ്മിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ക്ലാസിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ടു 7 classes? ഇതിൻ്റെ കറക്റ്റ് ആൻസർ മെഗസ്തനീസ് ആണ്, ഓപ്ഷൻ 4 മെഗസ്തനീസ്. Next question. Read statement A and B and choose appropriate options from the answers. A. Megasthenes mentions 7 castes into which the Indian society was divided. B. Megasthenes confused castes with professions. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, മെഗസ്തനീസ് 7 കാസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. സെക്കൻഡ്, മെഗസ്തനീസ് കൺഫ്യൂസ്ഡ് കാസ്റ്റ് വിത്ത് പ്രൊഫഷൻസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following castes in the Indian society was absent during the Mauryan period according to Megasthenes? ഏത് കാസ്റ്റ് ആയിരുന്നു ഇന്ത്യൻ സൊസൈറ്റിയിൽ ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ 1 ഫിലോസഫർ, 2 സ്ലേവ്, 3 വാരിയർ, 4 ഫാർമർ. ഇതിൽ കറക്റ്റ് ആൻസർ സ്ലേവ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ ഇന്ത്യയിൽ സ്ലേവറി ഇല്ലായിരുന്നു. Which of the following statement is correct? First, Megasthenes was the ambassador of Seleucus Nicator. Second, Ashoka was the first ruler who tried to convey his message to the public through inscriptions. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മെഗസ്തനീസിനെ കുറിച്ചും സെക്കൻഡ് അശോകനെ കുറിച്ചുമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, ഹി വാസ് ദ അംബാസഡർ ഓഫ് സെലൂക്കസ് നിക്കേറ്റർ. സോ ഇറ്റ്സ് ട്രൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. കാരണം അശോകനായിരുന്നു ആദ്യമായിട്ട് മെസ്സേജ് ഇൻസ്ക്രിപ്ഷനിൽ കൂടി പബ്ലിക്കിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഭരണാധികാരി. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബോത്ത് ആർ ട്രൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. Next question. Megasthenes has given the description of the administration of which of the following Mauryan cities? First option Padaliputra, second Prayag, 3 Tosali, 4 Ujjaini. Correct answer പാടലിപുത്രയാണ്. നമുക്കറിയാം മൗര്യൻ ക്യാപിറ്റലിലാണ് ഇദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ദ ഹിസ്റ്ററി ഓഫ് വിച്ച് ട്രൈബ് ഈസ് നോൺ ഫ്രം ദ ബുക്ക് ഇൻഡിക്ക റിട്ടൺ ബൈ മെഗസ്തനീസ്? ഇതിലേത് ട്രൈബിൻ്റെ ഹിസ്റ്ററിയാണ് നമുക്ക് ഈ ഒരു വർക്കിൽ നിന്ന് ലഭിക്കുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ മൗര്യ ആണ്. നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യ എംപയറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം ഇവിടെ വരുന്നതും അംബാസഡറായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3 മൗര്യ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഴ്സസ് മെൻഷൻ അബൌട്ട് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പാടലിപുത്ര? ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം മെഗസ്തനീസിൻ്റെ ഇതിൽ 6 സബ് കമ്മിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെയുള്ള ഫോർട്ടിഫിക്കേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞു. സോ ഒബ്വിയസ്ലി ദ കറക്റ്റ് ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ ഇൻഡിക്ക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ലക്ക് ഫോർ യുവർ പ്രിപ്പറേഷൻ.